അങ്ങനെ നമ്മളും കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തണ്ണിമത്തൻ കൃഷി 1 ഏക്കറോളം സ്ഥലത്ത് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ തണ്ണിമത്തൻ കൃഷി കഴിഞ്ഞ് 2-3 കൊല്ലമായിട്ട് ചെയ്യുന്ന ഇബ്രാഹിം സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടി എത്തിയിട്ടുണ്ട്. ഞാനും ഇതുവരെ ആദ്യം കൃഷി ചെയ്തിട്ടില്ലല്ലോ. ഞാൻ 2-3 വർഷം മുന്നെയാണ് കൃഷി ചെയ്തത്. ഉഷാറായില്ലേ? അന്നുമാതിരി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാം. 1 ഏക്കർ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യാം. 1 ഏക്കർ സ്റ്റാർട്ടിങ് ചെയ്തോ. എന്തോ സ്ഥലം കണ്ടിട്ട് എന്താ പാട്? സ്ഥലം അടിപൊളി സ്ഥലങ്ങളാ, നല്ല പാട ഏരിയ അല്ലേ. 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ എത്ര രൂപ ചെലവ് പ്രതീക്ഷിക്കാം? ഒരു 70-80 1 ലക്ഷം റുപ്യേൻ്റെ അടുത്തായിട്ട് ചിലവ് വരും. നമ്മളിപ്പോൾ ഈ 50 സെൻറ്റ് ഇടുന്നതും ഈ 1 ഏക്കർ ഇടുന്നതും നമുക്ക് മെനക്കിടക്കൊന്നും. നമ്മളെ ഏരിയയിലെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. ഇതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് പുഴയുണ്ട്. പാടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് സീൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ വന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ 100% ഇവിടെ കൃഷി വിജയമാവും. ഫെബ്രുവരി ഫസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തൈ നട്ട് ഇപ്പൊ തന്നെ തൈ നട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ കണ്ടിട്ട് നമുക്ക് വിളവെടുക്കാം. 60 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം. അത്ര ഇതിന് ആവശ്യം വരുന്നുള്ളൂ. ഇതിന് ആവശ്യം. പിന്നെ ഈ ധൈര്യമായിട്ട് ചെയ്തോ. ഞങ്ങളൊക്കെ ചെയ്തീനെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വിളിച്ചിരുന്നു. ആരും റീപ്ലൈ ഒന്നും തരില്ല. അപ്പൊ നമ്മള് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ മാർക്കറ്റിംഗ് കുറയോ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളാണ്. അങ്ങനെ ഞങ്ങൾ കുറെ ആളുകൾക്ക് വിളിച്ചിട്ട് അവരൊന്നും ഒരു റെസ്പോൺസ് ഒന്നും തരില്ല. പറയാന്ന് പറയും. അവസാനം ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ലാസ്റ്റാണ് നമ്മൾ ഷെഫീഖിനെ കണ്ടത്. കോട്ടക്കലുള്ള പുത്തൂരുള്ള ഷെഫീഖിനെ കണ്ട് അവൻ പറഞ്ഞെന്ന്. പിന്നെ അതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇത് തോന്നി. പിന്നെ നമ്മളെ മെന്റാലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ പുതിയ ടെക്നിക്കുകളും ഇതുള്ളതും അതിൻ്റെ വളങ്ങളൊക്കെ കൊടുക്കുക. കമ്പനി പരമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്റ് വെസ്റ്റ് സീഡിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവർ പറഞ്ഞ അറിവും വെച്ചിട്ട് ചെയ്യാണ്. ഇത്തവണ എത്ര ഏക്കർ ഉണ്ടാക്കിയില്ലേ? ഇത്തവണ ഒരു 4 ഏക്കറിന്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ. അത് ഇനി ഇപ്പൊ ഒരു 8 ഏക്കർ വരെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വിപണി ഒരു ടെൻഷനും ഇല്ല. നമ്മൾ അധ്വാനിച്ചിട്ടല്ലേ, എന്തിനാ പേടിക്കാനുള്ളത്? കിട്ടും. നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മാർക്കറ്റും അത് പഠിച്ച അതിന്റെ വഴി കാണിച്ചത് ഒരു ബുദ്ധിമുട്ടില്ല. ഒരുപാട് കൃഷിയിടങ്ങൾ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കർഷകരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പലതരം കൃഷിയിടങ്ങൾ കണ്ടിട്ടുണ്ട്. തണ്ണിമത്തനിലേക്ക് നമ്മൾ ഇറങ്ങാനുള്ള റീസൺ നമ്മൾ ഇബ്രാഹിമിനോട് ചോദിച്ച സമയത്ത് ആത്മാർത്ഥമായിട്ട് ഇബ്രാഹിം പറഞ്ഞു തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ആ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്തു, പിന്നെ അവനൊരു കോൺഫിഡൻറ്റ് തന്ന് തുടക്കം മുതൽ അവസാനം വരെ ഒരു സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സമത 1 ഏക്കറ ഞങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഈ കൃഷിക്ക് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവരും ഇത് കണ്ടിട്ട് 1 ഏക്കർ തുടക്കം കുറിക്കാൻ നിൽക്കണ്ട. കാരണം കാലാവസ്ഥ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റൂല. വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അത് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതാ ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്, തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറയണ്ട. നല്ല ഉണങ്ങിയ സ്ഥലം. അപ്പോൾ ഇത് പെട്ടെന്ന് പൂട്ടിയിട്ട് പെട്ടെന്ന് പരിപാടി തുടങ്ങി അടുത്ത മാസം ഫസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് കൃഷി പരിപാടികൾ തുടങ്ങാം. അല്ല, നമ്മളിപ്പോ ഈ മണ്ണിൽ ഇനി pH നോക്കിയാ വേറെ ചെക്കിങ് അങ്ങനെ എന്തെങ്കിലും വേണ്ടിയോ? pH നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അല്ലെങ്കിൽ മണ്ണനുസരിച്ചിട്ട് ഡോളോമേറ്റോ ഇതൊക്കെ ഇട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം pH എപ്പോഴും നോക്കണല്ലേ. നോക്കി ഒക്കെ ഒന്ന് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുകൾ അങ്ങനെ റിസ്കുകൾ ഉണ്ടാവില്ല. ഒരു 3-4 ഓണർമാരെ കീഴിലായിട്ടാണ് ഈ സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്ഥലം അവരോടൊക്കെ സമ്മതം ചോദിക്കുക, ട്രാക്ടർ ഇറക്കുക, അല്ല ഫസ്റ്റ് മണ്ണ് പൂട്ടുക, പിന്നെ വളപ്രയോഗം. അടുത്ത വീഡിയോകളിലായിട്ട് ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഡെയിലി നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവരുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിലുപരി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.